സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ബൈനോക്കുലർ ഫ്യൂഷനാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നേരെ പോർഷനിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് നമ്മുടെ നേത്ര രോഗങ്ങളെക്കുറിച്ച്, അതായത് നമ്മുടെ കണ്ണുകളെ ബാധിക്കാൻ സാധ്യതയുള്ള ചില രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് കോളത്തിനകത്ത് നേത്രരോഗങ്ങൾ അഥവാ വൈകല്യങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കോളത്തിനകത്ത് കാരണം കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ കോളത്തിനകത്ത് ചികിത്സ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. കൃത്യമായി പഠിച്ചു പോവാൻ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, മാക്സിമം പലതവണ പറയാൻ ശ്രമിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞ് പഠിച്ച് തന്നെ മുന്നോട്ട് പോവാം. ഏതെങ്കിലും പോർഷനിൽ പറയുന്നതിൽ ക്ലിയർ ആവാതെ ഉണ്ട് എന്ന് തോന്നുമ്പോൾ വീണ്ടും ഒന്ന് പുറകിലേക്ക് പോയി ആ ഭാഗം ക്ലിയർ ആക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഒന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. അതൊരു നല്ല ശീലമല്ല. അപ്പോൾ നമുക്കിപ്പം തന്നെ പഠിക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള നേത്രവൈകല്യം എന്ന് പറയുന്നത് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വം എന്ന വാക്കിനർത്ഥം അടുത്ത്, അല്ലെ, കുറച്ച് ദൂരം എന്നാണ് അർത്ഥം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം ദൈർഘ്യമുള്ള നേത്രഗോളം. ഓക്കെ, ദൈർഘ്യമുള്ള നേത്രഗോളം, അതായത് നേത്രഗോളത്തിൻ്റെ ദൈർഘ്യം കൂടുന്നതാണ് എന്തിന് കാരണം? ഹ്രസ്വദൃഷ്ടി ഉണ്ടാകാനുള്ള കാരണം. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് കൊണ്ടുള്ള കണ്ണട ഉപയോഗിക്കുക, അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുക, അതുമല്ലെങ്കിൽ സർജറി ചെയ്യുക. ഓക്കെ, റിപ്പീറ്റ് ചെയ്യുന്നു. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് അതിന് കാരണം ദൈർഘ്യമുള്ള നേത്രഗോളത്തിൻ്റെ ദൈർഘ്യം ഇൻക്രീസ് ചെയ്യും, കൂടും. അപ്പം നേത്രഗോളത്തിൻ്റെ ദൈർഘ്യം കൂടുന്നത് വഴിയാണ് ഹ്രസ്വദൃഷ്ടി ഉണ്ടാകുന്നത്. ചികിത്സ എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. ഓക്കെ, കോൺകേവ് ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കണ്ണടയാണ് ഇതിന് പ്രതിരോധിക്കാനുള്ള മാർഗം. പ്രതിരോധിക്കുക എന്നല്ല, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചികിത്സ എന്ന് പറയുന്നത് കോൺകേവ് ലെൻസുള്ള കണ്ണട ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യാം. കോൺകേവ് ലെൻസ് തന്നെയുള്ള കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് കോണ്ടാക്ട് ലെൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എക്സ്ട്രാ ഒരു ലെൻസ് നമ്മുടെ പ്യൂപ്പിളിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സർജറി. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പോയിന്റ്സ് മാത്രം പറഞ്ഞു പോയാൽ പോരെ. അപ്പം തന്നെ പഠിച്ചോളൂ. പോയിന്റ്സ് മാത്രം പറയാൻ വേണമെങ്കിൽ 2 തവണ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ നമുക്ക് ഇത്രേ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നതിന് കാരണം ദൈർഘ്യമുള്ള നേത്രഗോളം ഉണ്ടാകുന്നു. ചികിത്സ എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് കൊണ്ടുള്ള കണ്ണട, അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ്, അതുമല്ലെങ്കിൽ സർജറി. ഓക്കെ, ദെൻ രണ്ടാമത്തെ നേത്രവൈകല്യം എന്ന് പറയുന്നത് ദീർഘദൃഷ്ടിയാണ്. എന്താണ്? ദീർഘദൃഷ്ടി. ആദ്യത്തേത് ഹ്രസ്വദൃഷ്ടിയായിരുന്നു, ഇപ്പോഴത്തത് ദീർഘദൃഷ്ടി. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ദീർഘദൃഷ്ടി എന്താണെന്നാണ്. നോക്കിക്കോളൂ, നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നു. നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നു. ആദ്യത്തേത് ദൈർഘ്യം കൂടുകയാണ് ചെയ്തത്, ഇവിടെ ദൈർഘ്യം കുറഞ്ഞു. ഹ്രസ്വദൃഷ്ടിയിൽ ദൈർഘ്യം കൂടി, ദീർഘദൃഷ്ടിയിൽ എന്ത് സംഭവിച്ചു? ദൈർഘ്യം കുറഞ്ഞു. നേത്രഗോളത്തിൻ്റെ ദൈർഘ്യം കുറഞ്ഞു. പ്രതിബിംബം റെറ്റിനയുടെ പിന്നിൽ രൂപപ്പെടുന്നു. പ്രതിബിംബം ഇവിടെ രൂപം കൊള്ളും, റെറ്റിനയ്ക്ക് പിന്നിൽ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഒന്നുകൂടെ പറയാം, ദീർഘദൃഷ്ടി എന്നതിന് കാരണം നേത്രഗോളത്തിൻ്റെ നീളം കുറയുകയും പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിൽ രൂപപ്പെടുകയും ചെയ്യുന്നതാണ്. ഓക്കെ, മനസ്സിലായോ? ഞാൻ എഴുതിയ ഒരു പോയിന്റ് അവിടെ എഴുതിയിട്ട് തന്നിട്ടില്ല, അതായത് പ്രിന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ പറയുന്നത് കേട്ട് നിങ്ങൾ ആ പോയിന്റ് നോട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, എപ്പോഴും പഠിക്കാനിരിക്കുമ്പോൾ മുമ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു റഫ് ബുക്ക് എങ്കിലും വേണം. റഫ് ബുക്കും പെന്നും അല്ലെങ്കിൽ പെൻസിലോ എന്തെങ്കിലും ഒന്ന് പഠിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വേണം, നിർബന്ധമാണ്. അതില്ല എങ്കിൽ വീഡിയോ പോസ് ചെയ്തോളൂ, പോയി എടുത്തിട്ട് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് തുടങ്ങാം. ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് നേത്രഗോളത്തിൻ്റെ നീളം കുറയുന്നു, പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിൽ രൂപം കൊള്ളുന്നു. ഓക്കെ, നേത്രഗോളത്തിൻ്റെ നീളം കുറഞ്ഞു, പ്രതിബിംബം ഇവിടെ രൂപം കൊണ്ടു, റെറ്റിനയുടെ പിന്നിൽ രൂപം കൊണ്ടു. ഇനി ചികിത്സ. കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള കണ്ണട, അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ്. ദീർഘദൃഷ്ടിയാണ് മക്കളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദീർഘദൃഷ്ടിക്കുള്ള ചികിത്സ എന്താണ്? കോൺവെക്സ് ലെൻസ് ഉള്ള കണ്ണട, അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യാം. ഓക്കെ, കോൺവെക്സ് ലെൻസ് ഉള്ള കണ്ണട നമ്മൾ നേരത്തെ പഠിച്ചത് ഹ്രസ്വദൃഷ്ടിയിൽ പഠിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാ. എന്താ? കോൺകേവ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിക്ക്, ഇവിടെയോ കോൺവെക്സ് ലെൻസ് ആണ് ദീർഘദൃഷ്ടിക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത്.
മനസ്സിലായല്ലോ, ആ പോർഷൻ കഴിഞ്ഞു. അപ്പൊ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് നേത്രഗോളത്തിന്റെ നീളം കുറയുകയും പ്രതിബിംബം റെറ്റിനയുടെ പിന്നിൽ രൂപം കൊള്ളുകയും ചെയ്യുന്നു. അതേസമയം ഹ്രസ്വദൃഷ്ടി എന്താണെന്നറിയോ? നേത്രഗോളത്തിന്റെ നീളം കൂടുകയും പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ രൂപം കൊള്ളുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഓക്കെ, അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല, എങ്കിലും പറയുന്നു. ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് നേത്രഗോളത്തിന്റെ ദൈർഘ്യം കൂടുന്നു, പ്രതിബിംബം റെറ്റിനയ്ക്ക് മുന്നിൽ രൂപം കൊള്ളുന്നു. ഓക്കെ, അതേസമയം ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് നേത്രഗോളത്തിന്റെ നീളം കുറയുന്നു, പ്രതിബിംബം റെറ്റിനയ്ക്ക് പിന്നിൽ രൂപം കൊള്ളുന്നു. ഓക്കെ, അപ്പൊ രണ്ടിന്റെയും ചികിത്സ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഹ്രസ്വദൃഷ്ടിക്ക് കോൺകേവ് ലെൻസും ദീർഘദൃഷ്ടിക്ക് കോൺവെക്സ് ലെൻസും ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് അസ്റ്റിഗ്മാറ്റിസം. അസ്റ്റിഗ്മാറ്റിസം എന്താണ്? അസുഖത്തിന്റെ പേര് അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ, രോഗത്തിന് കാരണം കോർണിയയുടെയോ, നോട്ട് ചെയ്ത് വെക്കണേ, കോർണിയയുടെയോ നേത്ര ലെൻസിന്റെയോ വക്രതയിലുണ്ടാകുന്ന വൈകല്യമാണ് അസ്റ്റിഗ്മാറ്റിസം. ഒന്നുകൂടെ പറയാം. കോർണിയ എന്താണെന്നറിയാലോ? സുതാര്യമായ കണ്ണിന്റെ മുൻഭാഗം. നേത്ര ലെൻസ് അറിയാലോ? അപ്പൊ കോർണിയയുടെയോ നേത്ര ലെൻസിന്റെയോ വക്രതയിലുണ്ടാകുന്ന, വക്രത മീൻസ് അതിന്റെ വളവിലുണ്ടാകുന്ന ഈ വൈകല്യത്തെയാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, കോർണിയയുടെയോ നേത്ര ലെൻസിന്റെയോ വക്രതയിലുണ്ടാകുന്ന വൈകല്യമാണ് അസ്റ്റിഗ്മാറ്റിസം. എന്താണ് പരിഹാരം? എന്താണ് ചികിത്സ? സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുക. എന്താണ് ചികിത്സ? സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. സിലിണ്ട്രിക്കൽ ലെൻസുള്ള കണ്ണട യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് തിമിരം. എന്താണ് തിമിരം? ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിമിരം എന്താണ് കാരണം? നേത്ര ലെൻസ് അതാര്യമാകുന്നു. നേത്ര ലെൻസ് സുതാര്യമായിരിക്കണം, എന്നാൽ മാത്രമേ ലൈറ്റിനുള്ളിലേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. ഇവിടെ നേത്ര ലെൻസിന് എന്താ സംഭവിക്കുന്നത്? നേത്ര ലെൻസ് അതാര്യമാകുന്നു. തിമിരത്തിൽ എന്താ സംഭവിക്കുന്നത്? കാരണം എന്താണ്? നേത്ര ലെൻസ് അതാര്യമാകുന്നു. ഇനി എന്താണ് ചികിത്സ? കേട്ടിട്ടുണ്ടാവും, തിമിര ശസ്ത്രക്രിയ എന്ന് കേട്ടിട്ടില്ലേ? ശസ്ത്രക്രിയയിലൂടെ ലെൻസ് മാറ്റി സ്ഥാപിക്കുക, അതാണ് ചികിത്സ. ഓക്കെ, തിമിരത്തിന്റെ ചികിത്സ എന്ന് പറയുന്നത് എന്താണ്? ശസ്ത്രക്രിയയിലൂടെ ലെൻസ് മാറ്റി സ്ഥാപിക്കുന്നതാണ് ചികിത്സ. ഓക്കെ, അടുത്ത ഡിസീസ് ഗ്ലോക്കോമ. അടുത്ത രോഗം ഏതാണ്? ഗ്ലോക്കോമ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അക്വസ് ദ്രവവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു രോഗമാണ്. അപ്പോൾ ഗ്ലോക്കോമയ്ക്ക് കാരണം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെടുന്നു, കണ്ണിനകത്ത് മർദ്ദം കൂടും അല്ലേ? അതിന്റെ റിസൾട്ടായിട്ട് കണ്ണിനകത്ത് മർദ്ദം കൂടി നേത്രനാഡി തകരാറിലാവുന്നു. ഒന്നുകൂടെ പറയുന്നു, അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെടുന്നത് വഴി മർദ്ദം കൂടി നേത്രനാടി തകരാറിലാകുന്ന അവസ്ഥയാണ് ഏത്? ഗ്ലോക്കോമ. എന്താ ഗ്ലോക്കോമയുടെ ചികിത്സ? ലേസർ ചികിത്സ അതുപോലത്തെ ചില മരുന്നുകളുമാണ് നമ്മൾ ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോക്കോമയുടെ ചികിത്സ എന്താണ്? പ്രധാനമായിട്ടും ലേസർ ചികിത്സയും അതുപോലെ മരുന്നുകളും. ഓക്കെ, കിട്ടിയല്ലോ? ഗ്ലോക്കോമ കിട്ടിയല്ലോ? പറയണൊന്നുകൂടി. അക്വസ് ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെടുന്നു, മർദ്ദം കൂടി നേത്രനാടി തകരാറിലാകുന്നു. ചികിത്സ എന്താണ്? ലേസർ ചികിത്സ അതുപോലെ മരുന്നുകളും. ഓക്കെ, നെക്സ്റ്റ് ചെങ്കണ്ണ്. നേത്രാവരണത്തിലെ അണുബാധ, കൺജങ്ക്റ്റൈവ, അതായത് നേത്രാവരണത്തിനുണ്ടാകുന്ന അണുബാധയാണ് ഏത്? ചെങ്കണ്ണ്. ഇനി ഇതിന്റെ ചികിത്സ നോക്കിക്കോളൂ മക്കളെ. ആന്റിബയോട്ടിക് മരുന്നുകൾ, ഐ ഡ്രോപ്സ്, വിശ്രമം. അതായത് കണ്ണിലുറ്റിക്കാൻ മരുന്ന് തരും. ഇനി നിങ്ങൾക്ക് പിന്നെ എങ്ങനത്തെ മരുന്നൊക്കെ തരിക? ആന്റിബയോട്ടിക് ആയിട്ടുള്ള മരുന്നുകൾ തരും, ഐ ഡ്രോപ്സ് ഉണ്ടാവും, അതുപോലെ പൂർണ്ണമായിട്ടുള്ള വിശ്രമം നിങ്ങൾക്ക് നിർദ്ദേശിക്കും. ഓക്കെ, അപ്പോൾ ആന്റിബയോട്ടിക് മരുന്നുകൾ, ഐ ഡ്രോപ്സ്, വിശ്രമം എന്നിവയാണ് എന്തിനു വരുന്നത്? ചെങ്കണ്ണിന് വരുന്ന ചികിത്സ. ഓക്കെ, അപ്പോൾ നേത്രാവരണത്തിലെ അണുബാധയാണ് ചെങ്കണ്ണ്. ചെങ്കണ്ണിന്റെ മരുന്നുകൾ എന്തൊക്കെയാണ്? ആന്റിബയോട്ടിക് മരുന്നുകൾ, ഐ ഡ്രോപ്സ്, വിശ്രമം. ഓക്കെ, ഇത്രയാണ് ചെങ്കണ്ണിന്റെ ട്രീറ്റ്മെന്റ്സ്. ദെൻ അടുത്തത് ഡയബറ്റിക് റെറ്റിനോപ്പതി. പേരിൽ തന്നെ ഉണ്ട് ഡയബറ്റിക് എന്ന് വെച്ചാൽ ഡയബറ്റിസ് ഉള്ള സമയത്ത് ഡയബറ്റിക് റെറ്റിനോപ്പതി. പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥ. ഓക്കെ, പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥ. അതായത് പ്രമേഹം എന്തിനെ അഫക്റ്റ് ചെയ്യുമെന്നറിയാം? നിങ്ങളുടെ കണ്ണിനെ അഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഹ്യൂജ് എമൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രമേഹം എന്തിനെയും അഫക്റ്റ് ചെയ്യും? നിങ്ങളുടെ കണ്ണിനെയും. അതായത് ഷുഗർ നിങ്ങളുടെ കണ്ണിനെയും അഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിസീസാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഓക്കെ, അപ്പോൾ എന്താ അതിൻ്റെ ചികിത്സ? പ്രധാനമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത് പ്രമേഹം നിയന്ത്രിക്കുക, വേറെ വഴിയൊന്നുമില്ല പ്രധാനമായിട്ട്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? കൂടിയിരിക്കുന്ന ഷുഗർ കൺട്രോൾ ചെയ്യുക. ഓക്കെ, പ്രമേഹം നിയന്ത്രിക്കുക. പിന്നെ ലേസർ ചികിത്സ, പിന്നെ ഇഞ്ചക്ഷൻസ്, ഇവയൊക്കെ അവൈലബിൾ ആണ്.
ഓക്കെ, അപ്പോൾ ചികിത്സയിൽ വരുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? പ്രമേഹം നിയന്ത്രിക്കുക, നിയന്ത്രണ വിധേയമാക്കുക. ഓക്കെ, ലേസർ ചികിത്സ, ഇഞ്ചക്ഷൻസ്, ഇത്രയാണ് വരുന്നത്. ക്ലിയർ ആണോ? അതിൽ ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രമേഹം നിയന്ത്രിക്കൽ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നിശാന്തത. നിശാന്തത നിങ്ങൾക്കറിയാം, നിങ്ങൾ മുമ്പേ പഠിക്കുന്നതാണ്. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? നിശാന്തത ഉണ്ടാകുന്നത്. അതൊരു അപര്യാപ്തത രോഗമാണ്. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് ഇത് നിശാന്തത. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ ഓപ്ഷൻ? എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും രോഗം നിയന്ത്രിക്കാൻ? വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക, അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുക. മീൻസ് വിറ്റാമിൻ എ അടങ്ങിയ മരുന്നുകൾ, സപ്ലിമെന്റ്സ് കഴിക്കുക. ഇതാണ് എന്തിൽ വരുന്നത്? നിശാന്തതയിൽ വരുന്നത്. അപ്പം നിശാന്തത എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു അപര്യാപ്തത രോഗമാണ് ഇത് നിശാന്തത. നിശാന്തത മാറ്റാൻ എന്ത് ചെയ്യണം? വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകൾ എടുക്കണം. സപ്ലിമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മരുന്നുകൾ കഴിക്കണം. നെക്സ്റ്റ് ലാസ്റ്റ് രോഗം സീറോഫ്താൽമിയ. നമ്മുടെ നേത്ര വൈകല്യങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും അവസാനത്തെ വൈകല്യം എന്ന് പറയുന്നത് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറയുന്നത് മക്കളെ, ഇപ്പോൾ വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് നിങ്ങൾക്ക് നിശാന്തത ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചില്ലേ? ഈ വിറ്റാമിൻ എ തന്നെ കുറേ കാലം നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്നില്ല. കുറേ കാലമായി നിങ്ങൾ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട്, അല്ലെങ്കിൽ കുറേ കാലമായി നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ എ കിട്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ വിറ്റാമിൻ എയുടെ ദീർഘകാലത്തെ അഭാവം മൂലം കോർണിയ അതാര്യമായി പോകും. ഓക്കെ, അതായത് വിറ്റാമിൻ എയുടെ ദീർഘകാലത്തെ അഭാവം മൂലം കോർണിയ അതാര്യമാകുന്നു. ഇതാണ് രോഗത്തിന് കാരണം. ഒന്നുകൂടെ പറയാം, സീറോഫ്താൽമിയ വരാനുള്ള കാരണം എന്താണ്? വിറ്റാമിൻ എയുടെ ദീർഘകാലത്തെ അഭാവം മൂലം കോർണിയ അതാര്യമാകുന്നു. ഓക്കെ, കോർണിയ എന്താവുന്നു? കോർണിയ അതാര്യമാകുന്നു. ഇനി എന്താ ട്രീറ്റ്മെൻറ്റ്? വിറ്റാമിൻ എ സപ്ലിമെൻസുകൾ, പിന്നെ നേത്രപരിചരണം. ഓക്കെ, വിറ്റാമിൻ എ അടങ്ങിയ മരുന്നുകൾ കഴിക്കുക, അല്ലെങ്കിൽ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം ധാരാളം ഉൾപ്പെടുത്തുക നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ വിറ്റാമിൻ എ സപ്ലിമെൻറ്റ്സ്, അതുപോലെ നേത്ര പരിചരണം. ഓക്കെ, വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണം കഴിക്കൽ. ഇത്രയാണ് എന്തിൽ വരുന്നത്? നമ്മുടെ നേത്ര രോഗങ്ങൾ അഥവാ നേത്ര വൈകല്യങ്ങൾ എന്ന പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ വൃത്തിയായി പഠിച്ച് മനസ്സിൽ ഉറപ്പിക്കണം. കാരണം ഇത് കുറച്ച് ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം തപ്പിപ്പോവരുത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ മനസ്സിൽ ഉറപ്പിക്കുക. പിന്നത്തേക്ക് വെക്കണ്ട, ദയവ് ചെയ്ത് പിന്നത്തേക്ക് കൂട്ടി വെക്കാതിരിക്കുക. ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്. ഇനി നെക്സ്റ്റ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ കണ്ണുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടാവും, കണ്ണില്ലാതായാലേ കണ്ണിൻ്റെ വിലയേറിയോന്ന്. ഓക്കെ, അത് കണ്ണിനെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നല്ല, ഏതൊരു സാധനവും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതൊരു വ്യക്തികളും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഇനി നിങ്ങളുടെ കണ്ണുകളെ നമുക്ക് എന്ത് ചെയ്യണം? സംരക്ഷിക്കണം അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച, എല്ലാ ഒക്ടോബർ മാസത്തിലെയും 2ാമത്തെ വ്യാഴാഴ്ച നമ്മൾ ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നു. ഓക്കെ, ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നത്. ഓക്കെ, നേത്രാരോഗ്യ സംരക്ഷണത്തിനുള്ള അവബോധം വളർത്തുക, അതായത് നിങ്ങളുടെ കണ്ണുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അവയർനെസ്, ഒരു അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടന, അതായത് WHO, ഓക്കെ, ലോകാരോഗ്യ സംഘടനയും അന്തർദേശീയ അന്ധത തടയൽ ഏജൻസിയും ഈ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴാണ് നമ്മുടെ എന്താ പറയുക കാഴ്ച ദിനം? എപ്പോഴാണ് ലോക കാഴ്ച ദിനം? എപ്പോഴാണ്? ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ച. ഓക്കെ, ഡേറ്റിൽ വ്യത്യാസം വരും. ഇങ്ങനെയാണ്, ആഴ്ച കണക്കാണ് അവിടെ പറയുന്നത്. ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനമായി ആചരിക്കുന്നത്. ഓക്കെ, ഈ ദിനം ആചരിക്കുന്നത് കുട്ടികളുടെ കാഴ്ച സംരക്ഷിക്കുന്നതിനായി സ്ക്രീൻ ഉപയോഗ സമയം കുറക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ നോക്കിയിട്ടാണ് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മാക്സിമം സ്ലൈഡിലെ പോയിന്റ്സ്, അതായത് ടെക്സ്റ്റ് ബുക്ക് ഒഴികെയുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്താതിരുന്നതിന് കാരണം, അതായത് പ്രിൻ്റഡ് ആയിട്ട് മീൻസ് എന്താ പറയുക, ടൈപ്പ് ചെയ്ത് ഉൾപ്പെടുത്താതിരുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് തന്നെയാണ്. നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറക്കുക എന്നുള്ളതാണ്. ഇതാകുമ്പോൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി, നിങ്ങളെല്ലാം നോക്കണം എന്നില്ല, സ്ക്രീൻ നോക്കണം എന്നുള്ള. നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? എൻ്റെ വോയിസിലൂടെ നിങ്ങൾക്ക് മാക്സിമം ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിലില്ലാത്ത കുറേ അധികം പോയിന്റ്സ് നിങ്ങൾക്ക് ഇപ്പം തന്നെ തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ നേത്രരോഗങ്ങളെല്ലാം അവിടെ എഴുതിയിട്ടൊന്നുമില്ല. നിങ്ങൾ കേൾക്കുക, പലതവണ കേൾക്കുക.
പലതവണ കേട്ട് നിങ്ങൾ ആ പോയിന്റ്സ് ക്യാച്ചപ്പ് ചെയ്യുക, അതെന്ത് ചെയ്യുക, എഴുതിയെടുക്കുക, പഠിക്കുക. എഴുതുന്നത് മനസ്സിലായിരിക്കണം. ഓക്കെ, പുസ്തകത്തിൽ എഴുതുന്നതിനോടൊപ്പം അല്ലെങ്കിൽ റഫിൽ എഴുതുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി പഠിക്കുന്നതിനോടൊപ്പം മനസ്സിലേക്ക് കൂടി അത് ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ കാഴ്ച സംരക്ഷിക്കുന്നതിനായി സ്ക്രീൻ ഉപയോഗ സമയം കുറക്കുക, പതിവ് കാഴ്ച പരിശോധനകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 14 ഭാഷകളിൽ ലഭ്യമായ ഒരു സൗജന്യ ആപ്ലിക്കേഷനായ WHO ഐസ് 8 വയസ്സും അതിന് മുകളിലും പ്രായമുള്ളവർക്കായി വീട്ടിൽ വച്ച് തന്നെ കാഴ്ച പരിശോധന സാധ്യമാക്കുന്നു. ഓക്കെ, നിങ്ങളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, കണ്ണട, തിമിര ശസ്ത്രക്രിയ പോലുള്ള ചെലവ് കുറഞ്ഞ മാർഗങ്ങളിലൂടെ ചില കാഴ്ചാ പരിമിതികൾ പരിഹരിക്കാനാവും. അത് നിങ്ങൾ കണ്ടു. ഓക്കെ, ചില കാഴ്ചാ വൈകല്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ണട ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ചെറിയ ശസ്ത്രക്രിയകളൊക്കെ നടത്തിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, രോഗങ്ങൾ ചികിത്സിച്ച് മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താണ് നല്ലത്, രോഗം വരാതെ സൂക്ഷിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് സ്ക്രീൻ ടൈം അൺവാണ്ടഡ് ആയിട്ട് ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യുന്നതും അല്ലേ കുറേ സമയം സിസ്റ്റം നോക്കിയിരിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് കുറക്കാൻ ശ്രമിക്കുക. കണ്ണിനിടക്ക് റെസ്റ്റൊക്കെ കൊടുക്കുക. സ്ക്രീൻ ഉപയോഗിക്കേണ്ട എന്നല്ല, തീരെ ഉപയോഗിക്കേണ്ട എന്നല്ല. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല. നമ്മൾ പലതിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സിനാണ്. അപ്പം നമുക്ക് പലപ്പോഴും സ്ക്രീൻ ടൈം കുറക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ ബിറ്റ്വീൻ കണ്ണിനാവശ്യമായിട്ടുള്ള വിശ്രമം നൽകണം. അതിലൊരു സംശയവുമില്ല. ഓക്കെ, ഇനി 2024 ലോക കാഴ്ച ദിന സന്ദേശം കുട്ടികളെ, നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ എന്നതായിരുന്നു. ഓക്കെ, 2024 കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് വന്നതാ. ഇനി നമുക്ക് 2025 വേണ്ടത്. ഓക്കെ, അപ്പോൾ 2025 കാഴ്ചാ ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഐ ഹെൽത്ത് ഈസ് ഫോർ എവ്രി വൺ. ഇതിന് ഐ ഹെൽത്ത് ഈസ് ഫോർ എവ്രി വൺ. ഐ ഹെൽത്ത് എല്ലാവർക്കും, കണ്ണിൻ്റെ ആരോഗ്യം എല്ലാവർക്കും എന്നതാണ്. ഓക്കെ, എന്താ ഉദ്ദേശിക്കുന്നതിൽ, അല്ലെങ്കിൽ എന്താണ് ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം? ഐ ഹെൽത്ത് ഈസ് ഫോർ എവ്രി വൺ 2025 കാഴ്ചാ ദിന സന്ദേശമാണ്. എന്താണ് ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം? എല്ലാവരുടെയും കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചാൻസ് വളരെ കുറവാണ് കേട്ടോ. എന്നാലും നമുക്കൊന്ന് ചോദിച്ചേക്കാം. നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു സാധ്യത അവിടെ തള്ളിക്കളയേണ്ട, നമുക്കതൊന്ന് ഓർത്തു വച്ചേക്കാം. ഓക്കെ, അപ്പോൾ 2025 കാഴ്ചാ ദിന സന്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഐ ഹെൽത്ത് എല്ലാവർക്കും, അതായത് കണ്ണിൻ്റെ ആരോഗ്യം എല്ലാവർക്കും എന്നതാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നേത്ര സംരക്ഷണം. കണ്ണിൻ്റെ വിവിധ വൈകല്യങ്ങളിൽ നിന്നും കണ്ണിനെ വിവിധ വൈകല്യങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള 2 കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ പറയുന്നുണ്ട്, എഴുതി കാണിച്ചിട്ടില്ല, സ്ക്രീനിലില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. ഓക്കെ, ചെവി തുറന്ന് വെക്കുക, നല്ല ഓഡിയൻസ് ആവുക. ഓക്കെ, അപ്പോൾ ചെവി വൃത്തി തുറന്ന് വെച്ച് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഓക്കെ, നോക്കുക. നമുക്ക് കണ്ണുകൾ കൂടെ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. കണ്ണുകൾ എന്ത് ചെയ്യുക, ഇടക്കിടക്കൊന്ന് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. രണ്ടാമത്തത് വിറ്റാമിൻ എ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുക. എന്തിനാ വിറ്റാമിൻ എ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കാൻ പറയുന്നത്? വിറ്റാമിൻ എയും കണ്ണും തമ്മിൽ എന്താ ബന്ധം? വിറ്റാമിനെ കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കണ്ടു. നേത്രവൈകല്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കണ്ടു. നിശാന്തത എന്ന രോഗം വരുന്നത് നിങ്ങൾ കണ്ടു. കുറേ കാലം നീണ്ടു നിൽക്കുന്ന വിറ്റാമിൻ എയുടെ അപര്യാപ്തത എന്തിലേക്ക് ലീഡ് ചെയ്യും, എന്തിലേക്ക് നയിക്കും? സീറോഫ്താൽമിയ എന്നൊരവസ്ഥയിലേക്ക് നയിക്കുമെന്ന് നിങ്ങൾ കണ്ടു. ഇനി കണ്ണിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിന് വിറ്റാമിൻ എ വേണ്ടേ? റെറ്റിനയുമായി ബന്ധപ്പെട്ട, റെറ്റിനയിലെ റോഡോപ്സിനും ഫോട്ടോപ്സിനുമായി ബന്ധപ്പെട്ട റെറ്റിനാലിനെ മറക്കരുതേ. റെറ്റിനാൽ ഉണ്ടാവണമെങ്കിലും എന്ത് വേണം? എന്ത് വേണം? വിറ്റാമിൻ എ വേണം. കാരണം വിറ്റാമിൻ എയുടെ ഡെറിവേറ്റീവാണ്, അല്ലെങ്കിൽ വിറ്റാമിൻ എയിൽ നിന്ന് രൂപം കൊള്ളുന്ന ഒരു ഘടകമാണ് ഇത് റെറ്റിനാൽ. അപ്പോൾ വിറ്റാമിൻ എ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ ചോദ്യം, വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താവോ? നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കട്ടെ. ഓക്കെ, വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ഓക്കെ, ഇത് നിങ്ങളുടെ വർക്കാണ്. ഇനി അടുത്തതിലേക്ക് പോവാം. അപ്പോൾ കണ്ണുകൾ കൂടെ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക, വിറ്റാമിൻ എ സമ്പുഷ്ടമായ ഭക്ഷണം കഴിക്കുക. ബാക്കിയുള്ള പോയിന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യണം. നമുക്കൊന്ന് നോക്കാം. കമ്പ്യൂട്ടർ, ഫോൺ എന്നിവയുടെ അമിത ഉപയോഗം ഒഴിവാക്കുക.
ഓക്കെ. കമ്പ്യൂട്ടർ, ഫോൺ എന്നിവയുടെ അമിത ഉപയോഗം ഒഴിവാക്കുക, അതായത് സ്ക്രീൻ ടൈം കുറക്കുക. പുറത്തു പോകുമ്പോൾ സൺഗ്ലാസുകൾ ഉപയോഗിച്ച് കണ്ണുകളെ സംരക്ഷിക്കുക. നിങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ എന്ത് ചെയ്യാം? സൺഗ്ലാസ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ്, കണ്ണുകൾക്ക് ആയാസം നൽകാതെ ആവശ്യത്തിന് വിശ്രമം നൽകുക. എപ്പോഴും കണ്ണിനെ കൊണ്ട് പണിയെടുപ്പിക്കാതെ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക? അതിനൊരു റെസ്റ്റ് കൊടുക്കാം. ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് കണ്ണുമായി ബന്ധപ്പെട്ട് ചെറിയൊരു എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യാം. കണ്ണടച്ച് തുറന്ന് ഓക്കെ, ആ രീതിയിലുള്ള കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. കണ്ണിന് ആവശ്യമായിട്ടുള്ള വിശ്രമവും നൽകുക. നെക്സ്റ്റ്, കണ്ണിൽ അഴുക്കോ പൊടിയോ വീണാൽ തിരുമ്മാതെ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി കളയുക. നമുക്കൊരു നോർമൽ ടെൻഡൻസി ഉണ്ട്, കണ്ണിൽ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കണ്ണ് തിരുമ്മാൻ തുടങ്ങും. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക. അപ്പോൾ കണ്ണിൽ അഴുക്കോ പൊടിയോ ഒക്കെ വീണ് കഴിഞ്ഞാൽ തിരുമ്മാതെ ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അത് കഴുകി കളയുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, കണ്ണട ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യണമെന്നറിയോ? കൃത്യമായി കണ്ണ് പരിശോധിച്ച് ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് കണ്ണടയുടെ പവർ ക്രമീകരിക്കുക. ഓക്കെ. അപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കണ്ണ് പരിശോധന നടത്തി ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കണ്ണടയുടെ പവർ ക്രമീകരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയാണ് നേത്ര സംരക്ഷണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിന്റ്സ് എന്നും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ഒന്ന് വായിച്ച് വിടുക. ഓക്കെ. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല, നിങ്ങൾക്കൊന്ന് വായിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നേത്രദാനം മഹാദാനം എന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ. നേത്രദാനം മഹാദാനം എന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട കുറച്ച് ന്യൂസൊക്കെ ഉണ്ടല്ലേ? അപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മരണശേഷം നമ്മുടെ കണ്ണുകൾ ദാനം ചെയ്യുന്നു. ഓക്കെ. മരണശേഷം കണ്ണുകൾ ദാനം ചെയ്താൽ കാഴ്ചയില്ലാത്ത 2 പേർക്ക് കാഴ്ച ലഭിക്കും. നമ്മുടെ ആരോഗ്യമുള്ള കണ്ണുകളാണെങ്കിൽ മരണത്തിന് ശേഷം നമ്മുടെ കണ്ണുകൾ നമുക്ക് ദാനം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കാഴ്ചയില്ലാത്ത 2 പേർക്ക് എന്ത് കിട്ടും? കാഴ്ച കിട്ടും. കോർണിയയാണ് ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ നേത്രദാനം നടത്തുന്ന സമയത്ത് നമ്മുടെ കണ്ണിൻ്റെ കോർണിയയാണ് ഈ സർജറി വഴി മാറ്റിവെക്കുന്നത്. കോർണിയയുടെ തകരാറ് മൂലം കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. അതായത് കോർണിയക്ക് എന്തെങ്കിലും തകരാറ് പറ്റി കാഴ്ചയില്ലാത്ത വ്യക്തികൾക്കാണ് നമ്മൾ നേത്രദാനം ചെയ്യുന്നതിലൂടെ ഉപകാരം കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ കണ്ണുകളെ സംരക്ഷിക്കാനുള്ള ജീവിതചര്യകൾ സ്വീകരിക്കാനും നേത്രദാനത്തിന് അനുഗുണമായ മനോഭാവം രൂപപ്പെടുത്താനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതായത് നമ്മുടെ മരണശേഷം അല്ലെ അഴുകിപ്പോകുന്ന നമ്മുടെ ശരീരം അല്ലെങ്കിൽ അഴുകിപ്പോകുന്ന നമ്മുടെ കണ്ണുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദാനം ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അതൊരു പുണ്യപ്രവൃത്തിയാണ്, ബാക്കിയുള്ളവർക്ക് വളരെയധികം സഹായകരമാവുന്ന പ്രവൃത്തിയാണ്. അപ്പോൾ മാക്സിമം നമുക്കത് ചെയ്യാം. ഓക്കെ. അപ്പോൾ അത്തരത്തിലെ കണ്ണുകളെ സംരക്ഷിക്കാനുള്ള ജീവിതചര്യകൾ സ്വീകരിക്കാനും നേത്രദാനത്തിന് അനുഗുണമായ മനോഭാവം രൂപപ്പെടുത്താനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഇനി നമുക്കറിയാം, കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ ഇന്ന് മൊബൈൽ ഫോണാണ് അല്ലേ? അതെ. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ 1 മണിക്കൂറോ അതിൽ കുറവോ മാത്രമേ ചെലവഴിക്കാവൂ. 1 വയസ്സിൽ താഴെയുള്ളവർ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കരുത്. ഇത് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമാണ്. എന്താണ്? 5 വയസ്സിൽ നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് അവരോട് പറയാം, ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറയാം. ഓക്കെ. ഇത്തരത്തിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള സിസ്റ്റംസ്, ഡിജിറ്റൽ ഉപകരണങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതിന് പകരം കുട്ടികൾ കളിച്ചോട്ടെ. ഓക്കെ. അതിന് പകരം പലതരത്തിലുള്ള കളികൾ നിങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് പഠനം കഴിഞ്ഞുള്ള സമയത്ത് കേട്ടോ ഫുൾ ടൈം അവരെ കൂടെ കളിച്ച് നടക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇനി അങ്ങനെ പറയരുത്. ഓക്കെ. അപ്പോൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ 1 മണിക്കൂറോ അതിൽ കുറവോ മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. എന്നാൽ 1 വയസ്സിൽ താഴെയുള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല? ഇത് യൂസ് ചെയ്യാനേ പാടില്ല. ഇത് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശമാണ്. കുട്ടികൾക്ക് മാത്രമാണോ നിർദ്ദേശങ്ങൾ വേണ്ടി വരിക? അല്ല, നിങ്ങൾക്കും വേണം. അതായത് കൗമാരപ്രായക്കാർക്കും വേണം. കൗമാരപ്രായക്കാരുടെ സ്ക്രീൻ ടൈമിനെ കുറിച്ചും ചർച്ച വേണം, തീർച്ചയായും വേണം. കാരണം നമ്മളെ കൗമാരക്കാരുടെ, അതായത് നിങ്ങളെപ്പോലെയുള്ള ടീനേജേഴ്സിൻ്റെ സ്ക്രീൻ ടൈമിൻ്റെ യൂസ് വളരെ കൂടുതലാണ്. അത് ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല.
ഓക്കെ, നടത്തുന്ന സ്റ്റഡീസൊക്കെ പറയുന്നത് ആവറേജ് യൂസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അത് കുറയുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ടൈം, അതായത് വളരെ അത്യാവശ്യങ്ങൾക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രീൻ ടൈം യൂസ് ചെയ്യുക. ശാരീരിക മാനസിക ആരോഗ്യവും പ്രത്യാഘാതങ്ങളും. കണ്ടിന്യൂസ് ആയി സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നത് വഴി നമുക്കുണ്ടാവുന്ന ശാരീരിക മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ശാരീരികമായിട്ട് മാത്രമല്ല, കണ്ണിൻ്റെ ആരോഗ്യം മാത്രമല്ല തകരാറിലാവുന്നത്, മെൻ്റലിയും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ ഉറക്കത്തെ അത് ബാധിക്കാം. ഓക്കെ, നമുക്ക് കൃത്യമായിട്ടുള്ള സ്ലീപ്പ് കിട്ടില്ല. പലരും ഉണ്ട് രാത്രി എന്താ പറയുക, പുലർച്ചയ്ക്ക് 2 മണിയും 3 മണിയും വരെയൊക്കെ ഫോണിൽ തോണ്ടി കളിച്ചിട്ട് അവർ ഉറങ്ങുന്നത് ചിലപ്പം രാവിലെ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ലേറ്റ് ആയിട്ട് എണീക്കുക. അപ്പോൾ ആ ഒരു ടെൻഡൻസിയൊക്കെ ടീനേജേഴ്സിൽ വളരെ കൂടുതലാണ്. അത് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ നന്നായി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാക്സിമം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിലൊന്നും കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല, കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. വ്യക്തിബന്ധങ്ങളെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, പലരും ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന് സ്വന്തം അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ അല്ലെങ്കിൽ അനുജന്മാരോടോ അനിയത്തിമാരോടോ ഒന്നും സംസാരിക്കാൻ നമുക്ക് സമയമില്ലടോ, അല്ലേ? നമുക്കിതിന് സംസാരിക്കാൻ സമയമില്ല, നമ്മൾ ബിസിയാ ഫോണിൽ. നമുക്ക് എന്തെല്ലാം നോക്കാനുണ്ട്, കുറേ നേരം യൂട്യൂബ് തോണ്ടണം, കുറേ നേരം ഫേസ്ബുക്കിലിരിക്കണം, അല്ലേ? അപ്പം നമുക്ക് പല കാര്യങ്ങളും ഫോണിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തിന് എഫക്റ്റ് ചെയ്യും? വ്യക്തിബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം നിങ്ങളിത് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ അറിവിലേക്കാണ് ഈ ഒരു സ്ലൈഡ്. അപ്പോൾ കൃത്യമായി നിങ്ങളത് ഓർത്ത് വെക്കുക. അപ്പോൾ ദയവ് ചെയ്ത് സ്ക്രീൻ ടൈം കുറയ്ക്കുക. വെറുതെ ഫോണിൽ തോണ്ടിയിരിക്കുന്ന സ്വഭാവം നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ എൻ്റർടൈൻമെൻ്റ് ആകാം, അല്ലാതെ അതിനപ്പുറത്തേക്ക്, ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മുടെ കാഴ്ചക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പരിശോധിക്കണം, അല്ലേ? അപ്പോൾ കാഴ്ച വ്യക്തത പരിശോധിക്കുന്നതിന് നിരവധി ചാർട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവയിൽ സാധാരണയായി ഉപയോഗിക്കുന്നതാണ് സ്നെല്ലർ ചാർട്ട്. എന്തെന്ന് സാധാരണയായി യൂസ് ചെയ്യുന്നതാണ് സ്നെല്ലർ ചാർട്ട്. മുകളിൽ നിന്ന് താഴേക്ക് വലിപ്പം കുറഞ്ഞു വരുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ ഉൾപ്പെട്ട വരികൾ ഇതിലുണ്ട്. നിങ്ങൾക്ക് നോക്കാം, ദാ കണ്ട സ്നെല്ലർ ചാർട്ടാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ സൈസിലുള്ള ലെറ്റേഴ്സ് ഉണ്ട്, പല സൈസിലുള്ള ലെറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. പരിശോധനയിൽ വ്യക്തി 20 അടി അകലെ നിൽക്കുകയും, 20 അടി എന്ന് പറയുമ്പോൾ ഏകദേശം 6 മീറ്റർ കേട്ടോ, ഏകദേശം 20 അടി അകലെ നിൽക്കുകയും അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വരി ഒരു കണ്ണുകൊണ്ട് വായിക്കുകയും ചെയ്യുന്നു. സ്നെല്ലർ ചാർട്ടിൽ നിങ്ങൾ എങ്ങനെ കണ്ണു പരിശോധിക്കുന്നത്? ഒരു വ്യക്തിനെ എവിടെ ഇരുത്തും അല്ലെങ്കിൽ എത്ര ദൂരം നിർത്തും? 20 അടി അകലെ നിർത്തും ഈ ചാർട്ടിൽ നിന്ന്. ഓക്കെ, 20 അടി എന്ന് പറയുമ്പോൾ ഏകദേശം 6 മീറ്റർ. അപ്പോൾ ഏകദേശം 6 മീറ്റർ ഡിസ്റ്റൻസിൽ നിർത്തും. എന്നിട്ടോ അവർക്ക് വ്യക്തമായി കാണാൻ കഴിയുന്ന ഏറ്റവും ചെറിയ വരി ഏതാണോ അവർക്ക് ഏറ്റവും വ്യക്തമായി കാണാൻ പറ്റുന്ന ചെറിയ സൈസിലുള്ള അക്ഷരങ്ങളുള്ളത്, ആ ഒരു വരി ഒരു കണ്ണുകൊണ്ട് വായിക്കണം, മറ്റേ കണ്ണ് പൊത്തിപ്പിടിക്കണം. ഓക്കെ, ഒരു കണ്ണുകൊണ്ട് വായിക്കുകയും ചെയ്യുന്നു. ഫലങ്ങളെ ഒരു ഭിന്നസംഖ്യയായി രേഖപ്പെടുത്തും. ഓക്കെ, 6/6 എന്നുള്ള രീതിയിൽ ഒരു ഭിന്നസംഖ്യയായി രേഖപ്പെടുത്തും. ലളിതവും എന്നാൽ ഫലപ്രദവുമായ ഈ പരിശോധന സാധാരണ നേത്ര പരിശോധനയുടെ പ്രധാന ഭാഗമാണ്. അതായത് നിങ്ങൾ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമായിട്ട് നിങ്ങൾ നേരെ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തി ഇതാണ്, നിങ്ങളെ കൊണ്ട് ഒരു സാധനം വായിപ്പിക്കും. ആ വായിക്കുന്ന ചാർട്ടാണ് സ്നെല്ലേഴ്സ് ചാർട്ട്. ഓക്കെ, ഇനി അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഉൾപ്പെടുത്തിയ നിരവധി ചാർട്ടുകൾ ഉപയോഗത്തിലുണ്ട്. അതിനു പുറമെ നേത്രപരിശോധനയ്ക്കായി നിരവധി ആധുനിക ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു. അതായത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പലതരത്തിലുള്ള ഉപകരണങ്ങൾ. നിങ്ങളോട് ഇങ്ങനെ താടി മുട്ടിച്ചതാ ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെഷീനിലൊക്കെ നിങ്ങളിങ്ങനെ ഇരുത്തും, താടിയൊക്കെ വെച്ചിട്ട്, അല്ലേ, നിങ്ങളുടെ കണ്ണ് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള റെറ്റിനോസ്കോപ്പുകൾ, ടോണോമീറ്ററുകൾ, ഇഷിഹാര പ്ലേറ്റുകൾ എന്നിവ അതിനുദാഹരണങ്ങളാണ്. കിട്ടിയല്ലോ. അപ്പം ചില കാഴ്ച പരിശോധന ഉപകരണങ്ങളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, അതിനെ മറക്കരുത്, അതിനെ പഠിച്ചു വെക്കണം. റെറ്റിനോസ്കോപ്പുകൾ, ടോണോമീറ്ററുകൾ, ഇഷിഹാര പ്ലേറ്റുകൾ. ഓക്കെ, നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തൽക്കാലം വേണ്ട, നമുക്ക് ഉള്ളത് പഠിച്ചാൽ മതി, ഉള്ളത് വൃത്തിയായി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആധുനിക ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? റെറ്റിനോസ്കോപ്പുകളുണ്ട്, ടോണോമീറ്ററുകളുണ്ട്, ഇഷിഹാര പ്ലേറ്റുകളൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, സ്നെല്ലർ ചാർട്ട് കണ്ടല്ലോ. ഇനി അവിടെ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സ്നെല്ലർ ചാർട്ട് ഉപയോഗിച്ചുള്ള കാഴ്ച പരിശോധനാ ഫലത്തിലെ ഭിന്നസംഖ്യയിലെ അംശവും ഛേദവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതിൻ്റെ അംശം എന്ന് പറയുന്നത്
കാഴ്ച പരിശോധന ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ മക്കളെ. ജസ്റ്റ് ഒന്ന് കേട്ടോ, വൃത്തിയായിട്ടൊന്ന് കേട്ട് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചാലും മതി. അപ്പോൾ ഇതിൻ്റെ അംശം എന്ന് പറയുന്നത് കാഴ്ച പരിശോധന നടത്തുന്ന വ്യക്തിയും സ്നെല്ലർ ചാർട്ടും തമ്മിലുള്ള ദൂരം. ഇതിന് ആർക്കാണോ കാഴ്ച പരിശോധിക്കേണ്ടത് ആ വ്യക്തിയും സ്നെല്ലർ ചാർട്ടും തമ്മിലുള്ള ദൂരമാണ് അംശം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ കണ്ടു, ഏകദേശം 20 അടി അകലെയാണ് ആ വ്യക്തി നിൽക്കുക. 20 അടി എന്ന് പറയുന്നത് ഏകദേശം എത്രയാണെന്ന് ഞാൻ പറഞ്ഞു, 6 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ദൂരം എത്രയാണ്? 6 മീറ്റർ ആണെന്ന് ഓർത്ത് വെക്കുക. ഇതാണ് അംശം. ഇനി ഛേദം. സാധാരണ കാഴ്ചയുള്ള ഒരാൾക്ക് അംശത്തിൽ സൂചിപ്പിച്ച സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അംശത്തിൽ സൂചിപ്പിച്ച ദൂരത്ത് നിന്ന്, അതായത് ഈ 6 മീറ്ററിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അക്ഷരനിര. അതായത് കുറേ ലൈൻസ് എന്താ നോക്കിയേ, ആ ഇ എന്നെഴുതിയത് തൊട്ട് കുറേ ലൈൻസ് അവിടെ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 11 അല്ലേ? 11 ലൈൻസ് അല്ലേ? എൻ്റെ എണ്ണം തട്ടിയിട്ടില്ലല്ലോ, ഉണ്ടോ? ഇല്ല, 11 ലൈൻസ് തന്നെയല്ലേ ഉള്ളത്. ഞാൻ എണ്ണയെ തെറ്റിയാണെന്ന് നോക്കിയതാണ് കേട്ടോ, കാര്യമായിട്ടൊന്ന് എണ്ണി നോക്കിയതാ. ഓക്കെ, അപ്പോൾ 11 ലൈൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ലൈൻസ് ഏത് ലൈൻ, ഏറ്റവും ചെറിയ നിര ഏത്, ഏറ്റവും ചെറിയ അക്ഷരങ്ങളുള്ള ഏത് നിരയാണ്, അതാണ് ഛേദം. ഒന്നുകൂടെ പറയാം. ഛേദം എന്ന് പറയുന്നത് സാധാരണ കാഴ്ചയുള്ള ഒരാൾക്ക് അംശത്തിൽ സൂചിപ്പിച്ച ദൂരത്ത് നിന്ന്, അതായത് ആ 6 മീറ്ററിൽ നിന്ന് വായിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ അക്ഷരനിര. ഇപ്പോൾ 6ാമത്തെ അക്ഷരനിരയാണെങ്കിൽ 6ാമത്തത്, 7ാമത്തെ ആണെങ്കിൽ 7ാമത്തെ, 8ാമത്തെ ആണെങ്കിൽ 8ാമത്തെ, അങ്ങനെ. അതാണ് ഛേദമായിട്ട് വരുന്നത്. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ? ഇനി നമ്മുടെ കണ്ണുമായി ബന്ധപ്പെട്ട ഏറ്റവും ലാസ്റ്റ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒഫ്താൽമോളജിയും തൊഴിൽ സാധ്യതകളും. എന്താ ഒഫ്താൽമോളജി? കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. ഓക്കെ, അപ്പോൾ കണ്ണിനെക്കുറിച്ചുള്ള സ്പെഷ്യലിസ്റ്റിന്, ഐ സ്പെഷ്യലിസ്റ്റിന് എന്താ വിളിക്കുക? ഒഫ്താൽമോളജിസ്റ്റ്. ഓക്കെ, അപ്പം നേത്രരോഗങ്ങളും വൈകല്യങ്ങളും നിർണയിച്ച് ചികിത്സ, പ്രതിരോധം എന്നിവയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രത്യേക വൈദ്യശാഖയാണ് ഒഫ്താൽമോളജി. സിമ്പിളായി പറഞ്ഞാൽ കണ്ണിനെക്കുറിച്ചുള്ള പഠനം. ഓക്കെ, കണ്ണിനെക്കുറിച്ചുള്ള പഠനം, കണ്ണിൻ്റെ എല്ലാതരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പഠനം, അതാണ് ഇന്ന് ഒഫ്താൽമോളജി. ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സമഗ്രമായ നേത്ര പരിചരണം നൽകുന്നതിന് പരിശീലനം ലഭിച്ച ഒരു മെഡിക്കൽ ഡോക്ടറാണ് നേത്രരോഗ വിദഗ്ധൻ അഥവാ ഒഫ്താൽമോളജിസ്റ്റ്. സിമ്പിളായി പറഞ്ഞ ഐ സ്പെഷ്യലിസ്റ്റ്, അയാളാണ് ആര്? ഒഫ്താൽമോളജിസ്റ്റ്. ഈ തൊഴിൽ പാത ആരംഭിക്കുന്നത് MBBS ബിരുദത്തോടെയാണ്. അതായത് നിങ്ങൾ ഭാവിയിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റ് ആവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു MBBS എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, തുടർന്ന് എടുക്കുക എന്ന് പറയുന്നത് സിമ്പിളായി മറ്റേ എന്താ പറയുക, പുസ്തകം എടുക്കുക എന്ന് പറയുന്ന പോലത്തെ അത്ര സിമ്പിളായ കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? MBBS ബിരുദം നേടുക എന്നുള്ളതാണ്. തുടർന്ന് ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഒഫ്താൽമോളജിയിൽ ഡിപ്ലോമ നേടണം. നേത്രരോഗ വിദഗ്ധരോടൊപ്പം നേത്രപരിശോധന നടത്തുക. ഓക്കെ, നേത്രരോഗ വിദഗ്ധർക്കൊപ്പം നേത്രപരിശോധന നടത്തുക, ലെൻസുകൾ ശരിയാക്കുക, നേത്രരോഗങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടെത്തുക, രോഗീ പരിചരണത്തിൽ സഹായിക്കുക എന്നിവ ചെയ്യുന്നവരാണ് ഒഫ്താൽമിക് അസിസ്റ്റന്റുമാർ. അത് മറ്റൊരു ശാഖയാണ്. ഓക്കെ, അതായത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു എന്താ പറയുക, ഒരു ജോബ് ഡീറ്റെയിൽ ആണ് ഒഫ്താൽമിക് അസിസ്റ്റന്റുമാർ. കണ്ണടകളും കോണ്ടാക്ട് ലെൻസുകളും നൽകുന്ന ഒപ്റ്റിക്കൽ ഡിസ്പെൻസിങ് മേഖലയിലും നിരവധി അവസരങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഈ ഒഫ്താൽമോളജി ഒക്കെ പഠിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ ചാൻസ് ഉള്ള കുറച്ച് സ്ട്രീമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഒഫ്താൽമോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒഫ്താൽമിക് അസിസ്റ്റന്റുമാരാവാം, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡിസ്പെൻസിങ് മേഖലയിലും എന്തുണ്ട്? ഒരുപാട് അവസരങ്ങളുണ്ട്. നേത്രപരിചരണത്തിനുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം റെറ്റിന സ്പെഷ്യലിസ്റ്റുകൾ, പീഡിയാട്രിക് ഒഫ്താൽമോളജിസ്റ്റുകൾ, ഒക്യുലാർ ഓങ്കോളജിസ്റ്റുകൾ എന്നിങ്ങനെയുള്ള പുതിയ വഴികൾ തുറന്നിരിക്കുന്നു. വിഷ്വൽ തെറാപ്പി, ഓക്കുലാർ ഇമേജിംഗ്, AI ഡയഗ്നോസ്റ്റിക്സ് തുടങ്ങിയ മേഖലയിലും തൊഴിലവസരങ്ങൾ ഏറെയാണ്. ഒപ്പം നിരവധി സ്വയം തൊഴിൽ സാധ്യതകളുമുണ്ട്. ഈ മേഖലയിൽ പ്രവേശിക്കുന്നതിനും മികവ് പുലർത്തുന്നതിനും ഒരാൾ അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും ആവശ്യമായ ക്ലിനിക്കൽ സാങ്കേതിക കഴിവുകൾ നേടുകയും വേണം. ഇത് എക്സ്ട്രാ റീഡിങ്ങിനാണ്. ഇവിടെ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് യാതൊരു സാധ്യതയുമില്ല. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ കുറേ പേര് ക്ലാസ് കാണുന്നുണ്ട്, പക്ഷെ പലരും എന്ത് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പലരും ലൈക്ക് ചെയ്യാതെയാണ് പോകുന്നത്. ക്ലാസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒന്നും കാണാനേ ഇല്ല. വളരെ ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.